ടോബിയോടൊപ്പം കെ എസ് ശബരിനാഥൻ ഉണ്ടെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തടക്കം ഞാൻ നേരത്തെ ഷെഫീദിനോട് പറയുകയായിരുന്നു, ഇക്കുറി അവിടുത്തെ പോരാട്ടം സമാനതകളില്ലാത്ത വണ്ണം നേർക്കുനേർ ഇഞ്ചോടിഞ്ച് കട്ടക്കട്ടയായിരിക്കും എന്നുള്ള കാര്യം. തീയതി വന്നതിന് ശേഷം എന്താണ് ശബരിനാഥിന്റെ പ്രതീക്ഷ? ടോബി. ആശ്മി, തീർച്ചയായിട്ടും എന്തായാലും ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എന്തായാലും അതിനു മുൻപ് തന്നെ, ഒരുപക്ഷെ പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയായ വ്യക്തിയാണ്. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്, 2 ഘട്ടത്തിലാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം ഉണ്ട്. അല്ല, അതിൽ ഒരു സന്തോഷമുള്ളത്, ഞാൻ ഇന്ന് രാവിലെ കരുണാകരൻ ലീഡർ കെ കരുണാകരൻ അവരുടെ സ്മൃതി മന്ദിരത്തിൽ പോയിട്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് പുതുപ്പള്ളി എത്താമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാനിവിടെ നിൽക്കെ തന്നെയാണ് ഈ പ്രഖ്യാപനം അറിഞ്ഞത്. 9-ാം തീയതിയാണ് തിരുവനന്തപുരത്ത്, 13-ന് ഇത്. പക്ഷെ നല്ല അശ്വി, ചില ആളുകൾ ആശംസകൾ അറിയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ആ തിരക്കിലും കൂടിയാണ്. പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ് ശബരിനാഥ് ആദ്യം എത്തിയത്. കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പോയി അതിനുശേഷം നേരെ പുതുപ്പള്ളിയിൽ വന്നു. പുതുപ്പള്ളിയിൽ വന്ന് ഇറങ്ങുമ്പോഴാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് തന്നെ ഇതെന്തായാലും ഒരു ശുഭപ്രതീക്ഷയാണോ? അതെ. അല്ല, തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ തന്നെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ചിട്ടയായിട്ടുള്ള വർക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട്. ഇനി ഈ ഒരു ഇലക്ഷന് മുമ്പുള്ള ഫേസിൽ കിട്ടിയ ആ ഒരു പോസിറ്റിവിറ്റി ഇനിയും ഈ 13 വരെ കൊണ്ടുപോകാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോമ്പറ്റീഷൻ. ഇപ്പോൾ BJP ഇന്നലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോകുമോ? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ മുന്നണികളും ജയിക്കാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത്. പക്ഷേ ഇത്തവണ പറഞ്ഞില്ല, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞുകൊണ്ട്, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, സത്യസന്ധമായിട്ട് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി, ഞാൻ പറഞ്ഞല്ലോ, ടെക്കി മുതൽ ആശാവർക്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.